എല്ലാവർക്കും ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആരംഭ സീരീസിന്റെ എപ്പിസോഡ് 98 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ കാണിക്കുന്നത് എൻട്രാനെ രക്ഷിക്കാനായിട്ട് വന്ന ഷിയോയെ ഒരു പെൺകുട്ടിയെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഷിയോയാണ് എന്നത് അവൾക്ക് മനസ്സിലായി. അവൻ ഓക്കെ ഇല്ലേ? അവളും നന്ദി പറയുകയാണ്. ഫേവറേറ്റ് സെറ്റ് ഉള്ളവൻ ഡയലോഗ് തന്നെ അവൾക്ക് അവളെ നിനക്ക് രക്ഷിക്കാൻ കഴിയുമെന്നാണ് അവൾ. നീ മിണ്ടാതെ പോയാൽ കൊള്ളാം എന്ന് ഷിയോയും പറയുമ്പോൾ അത് കേട്ട് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. എന്നാൽ ലൈറ്റനിങ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അടിച്ചിട്ടു. അവർക്ക് കിട്ടി. ഇത്ര വർഷമായിട്ട് ഞാനിപ്പോഴും അവന്റെ പിറകെ തന്നെയാണ് എന്ന മനസ്സിലാണ് അവൾ വിചാരിക്കുന്നത്. പോകാൻ നിൽക്കുമ്പോൾ വാങ്ചൻ കൊള്ളാം, സ്ട്രോങ് ആണ് നീ. അപ്പോൾ നീയാണ് എന്റെ ഷിയോയാൻ വിൻഡ് തണ്ടർ നോർത്ത് പൗലിയനെ എതിർത്തത്. എൻട്രനപ്പോൾ സൂക്ഷിക്കാൻ ഇവൻ സ്ട്രോങ് ആണ് എന്ന കാര്യം പറയുകയാണ്. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് വൈറ്റ് ഫോക്സ്, ആ സൈക്കിക് വൈറ്റ് ഫോക്സ് അതൊരു സ്പിരിച്വൽ ബീസ്റ്റ് ആണ്. ഈ മേസ് അതിൽ നിന്ന് ബ്ലഡ് മൗണ്ടനിലേക്ക് കടന്നു പോകാൻ വേണ്ടി അത് കൽപ്പിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ് അവൾക്കത് ആക്സിഡന്റിലായിട്ട് കിട്ടിയതാണ് എന്ന് പറയുകയാണ്. അതായത് എനിക്ക് നിങ്ങളുടെ കോൺവെർസേഷൻ അത് കേൾക്കാൻ വയ്യ, എനിക്ക് നിങ്ങളുടെ വൈറ്റ് ഫോക്സ് ഒന്നും വേണ്ട, എങ്കിൽ വെക്കൂടെ, ഞാൻ വെക്കോളാം, എന്റെ പേരൊന്നും ഓർത്ത് വെച്ചായിരുന്നാൽ മതി. വാങ്ങിച്ചെന്ന് അത് കേട്ട് യെല്ലോ സ്പ്രിംഗ് പൗലിയല് എന്നുള്ളവനാണ്. ഇവൻ വളരെ സ്ട്രോങ് ആണ്. ഈ ഫോക്സുകളെ കൊല്ലുന്നത് ഇവരാണ്. അത് കേട്ട് ഷിയോയെ അടിക്കാനായിട്ട് റെഡിയായി. പിന്നല്ല എന്ന ഓവർ കോൺഫിഡൻസ് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു വരുന്നു. അവൻ റൂളർ വെച്ച് ഒറ്റയടി അവിടെ മുഴുവനൊന്ന് തകർന്നു. അപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് പോലത്തെ ഒരു സ്കില്ല് അത് ഉപയോഗിച്ച് എന്നാൽ അത് ഗ്രീൻ ഫ്ലെയിം വെച്ച് ഇല്ലാതാക്കി. അവൻ പോലും ഫ്രീയായ ഫ്ലെയിമോ എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് പോവാണ്. ഷിയോയിന് ഇപ്പോഴാണ് ഇവൻ സ്ട്രോങ് ആണ് എന്ന് അധിക നേരം ഇവനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. വാങ്ങിച്ചപ്പോൾ വെറുതെ അല്ല ടാങ്ങിങ് നിന്നിൽ വാല്യൂ കാണിക്കുന്നത്. ഈ ടാങ്ങിങ് സോൾലാൻഡിൽ ടാക്സറ്റുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഇന്ന് ഇത്ര മതി, വലിയ മൗണ്ടൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ വെയിറ്റ് ചെയ്യും, നീ വരണം എന്ന് പറഞ്ഞ് പോയി. ഫ്ലവർ സെറ്റും അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അവന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നമുക്ക് ബെറ്ററായ പ്ലേസിൽ പോകാൻ, ഇഞ്ചുറി ആദ്യം മാറ്റാം. അത് കഴിഞ്ഞ് വേറൊരു പ്ലേസിൽ ഇപ്പോൾ തന്നെ 2 ഡേയ്സ് കഴിഞ്ഞു. അവർ റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു. എൻട്രാൻ അവനോട് പിന്നെ നന്ദി പറയുകയാണ്. ഷിയോൻ അവളോട് നീയും ബ്ലഡ് പൂളിലേക്കാണ് പോകണു. അതേ അവളുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ച് ടോപ്പ് 10 കയറാൻ കഴിയില്ല, അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് എങ്കിലും ചെയ്യാലോ എന്നാണ് പറയുന്നത്. എന്നാൽ ഷിയോൻ ബ്ലഡ് പൂളിൽ സ്ട്രോങ് ആയ ആൾക്കാർ വരും, നിന്റെ ടീച്ചർ എന്ത് ധൈര്യത്തിലാണ് നിന്നെ വിട്ടത് എന്ന് യുൻഷിയുടെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ചില ടൈമിൽ ടീച്ചറിനെ തിരിച്ചു കേൾപ്പിച്ചാൽ കഴിഞ്ഞിട്ടില്ല. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് സ്ട്രോങ്ങർ യു ഹാവ് ടു റിപ്ലൈ ഓൺ യുവർ സെൽഫ്. അവളോട് ഇത്ര വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ടീച്ചറായിട്ട് പോയി നമ്മൾ ഒരുപാട് പ്ലേസിൽ ഒരുപാട് ആൾക്കാരെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഫീൽ ചെയ്യാനും അറിഞ്ഞു. ലൈഫ് വളരെ വാല്യൂ ആയിരുന്നു. അവന് അതെല്ലാം കേട്ട് ഹാപ്പി. അവളോട് ബ്ലഡ് പൂളിലേക്ക് പോയിരുന്നു എന്റെ കൂടെ, അവൻ അങ്ങോട്ട് ആക്കി തരാം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അവൻ്റെ കൂടെ പോയാൽ സ്ലോ ആക്കും അവന്. എന്നാൽ അവളുടെ ഹെൽപ്പ് കിട്ടിയാലോ അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് മേസിലേക്ക് എത്താറായി. സൈക്കിക് വൈറ്റ് ഫോക്സ് ഹെൽപ്പ് ചെയ്തോളും. എന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ കെയർഫുൾ ആവണം. മെയിനായിട്ട് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസ്, ട്രൈബ് ഓഫ് ഗോൾഡ് ഈറ്റിംഗ് റാറ്റ്സ്, ഫാർക്രാറ്റ് ഫാമിലിയിൽ അവരെത്ര സ്ട്രോങ് ആണെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം ബീസ്റ്റ് പോലെയാണ്. 2-3 ലെവലൊക്കെ ആയിരിക്കും ഉള്ളത്. എന്നാൽ അതിന്റെ എണ്ണം വന്നത് വളരെ വലുതാണ്. അതിലെ ക്ലാൻ ലീഡറിന്റെ സ്ട്രെങ്ത് പോലും ഡൗസോങ് 6 സ്റ്റാറാണ്. ഈ ബ്ലഡ് പൂൾ മൗണ്ടനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ടോപ്പ് 10 2 പ്ലേസ് ഇവരുടെ കൺട്രോളിലാണ്. അങ്ങനെയെങ്കിൽ 8 വഴിയാണ് പിന്നെ ഉള്ളത്. ഇല്ല, അവർ ഇവിടെ കൺട്രോളിങ് അവരാണ്. അതെന്താണെന്നൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം. ഷിയോയിന് ഒരു കാര്യം മനസ്സിലായി, അവരെ പ്രൊവോക്ക് ചെയ്യാതിരുന്നാൽ മതിയെന്ന്. ഗോൾഡ് റാറ്റ് അല്ലെങ്കിൽ ഗോൾഡ് സാലമൻ മൗസ് അല്ലെങ്കിൽ സ്വർണ്ണം കഴിക്കുന്ന എലികൾ ഈ സമയത്ത് മേസിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയാത്ത 8-10 പേര്. ഇതുവരെ അവൻ വരാനാണെങ്കിൽ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞാൻ കയറാൻ പോകുന്നു. അവിടെ ഉള്ളവർ അതിനുള്ളിൽ സ്ട്രോങ് ആയ എനർജിയാണ്, വീടായിട്ട് തോന്നുന്നു. അങ്ങനെ നിൽക്കുകയാണ് വാങ്ചൻ വരുന്നത്. അവനകത്തേക്ക് പോകാൻ നേരമാണ് ഷിയോയിനെ എൻട്രാൻ വരുന്നത്. ഷിയോയനോട് ഫ്ലവർ സെറ്റിൽ നിന്ന് എസ്കോർട്ട് ചെയ്ത ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് എന്താ വല്ല ഫീലിങ്സ് ഉണ്ടോ, നീ എന്തിനാ അറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വെയിറ്റ്, ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സൈക്കിക് വൈറ്റ് ഫോക്സിന്റെ കാര്യം കൂടി പറഞ്ഞു കൊടുത്തത്. അത് കേട്ട് മേസിൽ നിന്ന് അപ്പുറത്തെത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നതുകൂടി മനസ്സിലായപ്പോൾ അവിടെ ഉള്ളവർക്ക് അത് എടുക്കാനുള്ള ധൃതി. അവന് ഇനി വെച്ചലോടെ ഒരു ആപ്പ് എന്ന രീതിയിൽ ഷിയോ നോക്കുമ്പോൾ അവന് ചിരിച്ചോണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഷിയോന് ഒരു അവർ കൊടുത്തു. അതൊരു ഡൗസോങ് ഡൗഫോ അങ്ങ് 9 സ്റ്റാർ ആണ്. ആരെങ്കിലും 10 മീറ്ററിനുള്ളിൽ വന്ന എന്ന് പറഞ്ഞിട്ട് നടന്നു പോവാണ്. എൻട്രാനെയും കൊണ്ടുപോകുന്നു. അവിടെ ഉള്ള ഒരുത്തൻ എന്താ ഈ ഒരു ചാൻസ് ആണ് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾ ഇത്രയും പേരുണ്ട്, എല്ലാവർക്കും അവനെ മാനേജ് ചെയ്യാൻ കഴിയില്ല, ആ പെണ്ണ് വീക്കാണ്, നമുക്ക് കിട്ടിയ ആ ബ്ലഡ് പൂളിലെ മൗണ്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. അവിടെ ഉള്ളവർ അത് കിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഷിയോയൻ ഒരു സൈഡിൽ നിന്ന് വരുന്നവരടിക്കുന്നു. എന്നാൽ എൻട്രാൻ അങ്ങനെ കഴിയുന്നില്ല, കാരണം അവള് ഡൗക്ക് വന്ന് 4-5 ആണ്. അവിടെ ഉള്ളവർ അതേ ലെവലിലുള്ളതാണ്. ഷിയോയൻ പിന്നെ പറയണ്ട, വരുന്നവരെ പോകുന്നവരൊക്കെ അടിക്കാണ്. അത്ര വലിയ സിറ്റുവേഷൻ അവന് വരുന്നില്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പാപ്പറ്റിനെ ഇറങ്ങി വിട്ടാൽ മതിയായിരുന്നു. ഡൗസോങ് ആയവർക്ക്
ഇതിനുള്ളിൽ കയറാൻ കഴിയില്ല, അതുകൊണ്ടാണോ ഇറക്കത്തെന്നും അറിയില്ല. ഒരുത്തന് ഐസിന്റെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലൈറ്റനിങ് വെച്ച് സ്വീഡന് പോകുന്നു. എൻട്രാനെ അടിക്കാൻ വന്നവരെ അടിച്ച് തെറിപ്പിച്ചു. അവളോട് അകത്തേക്ക് പോകാനായിട്ട് പറയുവാണ്, ഞാൻ വരാം, അവളും ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു പോയി. ആ സമയത്ത് അവരെല്ലാവരും വരുന്നു. ഒന്നും നോക്കിയില്ല, ഫ്ലെയിം ഡിവോറിംഗ് വേവ് എന്ന ക്രോസ് അതെടുത്ത് എല്ലാത്തിനും അടിച്ചിട്ട് അത്രേ ഉള്ളൂ. അങ്ങനെ പോകുമ്പോഴാണ്, എടാ പോയി, ഇതല്പം ക്രൂവലല്ലേ, ഇവരെല്ലാവരും അടിച്ചിട്ടിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയുമെന്നാണ് എന്ന് പറഞ്ഞ അവിടെ ഒരു മൗസിനെ പോലെയുള്ള ഒന്നിരിക്കുകയാണ്. അത് ഗോൾഡ് ഈറ്റിൻ റാറ്റ് ട്രൈബിലുള്ളതാണ് എന്നത് ഷിയോന് മനസ്സിലായി. അതുപോലെ ഇതൊരു ഡൗസോങ് കൂടിയാണ്. ഷിയോൻ നൈസായിട്ട് ക്യൂ കൾട്ടിവേഷൻ പില്ല് കൊടുത്ത് ഇത് ക്യൂ പെട്ടെന്ന് തന്നെ റിക്കവർ ആക്കും, എന്നെ ഇനി ഹോൾഡ് ചെയ്യാതെ പോകാനാണ് എനിക്ക് ആഗ്രഹം. അതെന്ന് വെച്ചിട്ട് ശരി, ഫസ്റ്റ് ടൈം വീട്ടിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ ഇവിടെ മൊത്തം ക്ലീൻ ആയിക്കോളാം. അവനൊരു ആൽക്കമിസ്റ്റ് ആണല്ലേ, സൈക്കിക് വൈറ്റ് ഫോഴ്സ് ആ ഗേൾ ഉള്ളതുകൊണ്ട് തന്നെ നിനക്ക് മീസ് പ്രോബ്ലം ഉണ്ടാകില്ല. അവന് നന്ദി പറഞ്ഞു പോകുന്നു. ആ റാറ്റ് ഇങ്ങനെയുള്ള റിഫൈൻ ആൽക്കമിസ്റ്റ് റയറാണ്. അവരൊരു ട്രൈബിലുണ്ട്. ഫ്യൂച്ചർ ഇവനെ കൊണ്ട് ഒരു ആവശ്യം വരും, അതുപോലെ ഇവൻ പ്രശ്നത്തിലുമാകും. അകത്ത് കയറിയപ്പോൾ ആ മൈസ് അത് കണ്ട് അതിശയിച്ചു പോയി. അവൾ സോൾ പവർ വെച്ച് നോക്കിയപ്പോ എന്നാ അതൊരു എന്തോന്ന് എനർജി ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ഒരു സ്പിരിച്വൽ ഫോക്സിനെ കാണുന്നത്. അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും ഞാനാണ്. ഇത് സൈക്കിക് വൈറ്റ് ഫോഴ്സ് ആണ്, ഇത് ഉപയോഗിച്ച് ആ മൈസ് എളുപ്പത്തിൽ കടക്കാം. നോർമൽ രീതിയിൽ പോകാൻ കഴിയില്ല. അങ്ങനെ അതിനെ ഫോളോ ചെയ്ത് അവരങ്ങനെ പോകുവാണ്. അവിടുന്ന് കട്ടായിട്ട് ആൾറെഡി ആ പ്ലാറ്റ്ഫോമിൽ എത്തിയ 8 പേര്, 10-15 പേര് അവരവിടെ എത്തിയത് മേ ബി പുറത്ത് നിന്ന് വരുന്നവരാകാം. ആ മെയ്സിനുള്ളിൽ ട്രാപ്പായി പോകുന്നേ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്ക് ഈ വൈറ്റ് ഫോക്സിനെ പോലെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് വന്നതാണ്. അതിനിവിടെ പ്രസക്തിയില്ല. 10-15 പേരുണ്ട്. ഫെങ്കുങ്ങറാകട്ടെ ഷിയോന് ഇതുവരെ വന്നില്ലല്ലോ എന്ന രീതിയിലാണ്, കാരണം ചലഞ്ച് ചെയ്യണ്ടേ. അവിടെ അപ്പോൾ ലീഡറായിട്ടുള്ള ഒരു റാറ്റ് വന്നിട്ട് ഇത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോഴേക്ക് ഷിയോന് എൻട്രാനെത്തി. സോറി ബൈക്കില്ലല്ലോ. അവിടെ പുതിയതായിട്ട് 2 പേര് വന്നതുകൊണ്ട് അവിടെ ഉള്ളവരാകട്ടെ ചർച്ച, ഓരോരുത്തരും സംസാരമാണ്. ഫെങ്കുങ്ങർ പോലും ഇതുപോലെയുള്ള വേസ്റ്റിനൊക്കെ തടയാൻ ആർക്കും കഴിഞ്ഞില്ലേ. അവിടെ ടാങ്ങിങ് ഉണ്ട്. അതുപോലെ ഫാളിംഗ് സ്റ്റാർ പൗലിയിൽ നിന്നുള്ള ലൂ എന്ന് അന്ന് ഞാൻ പറഞ്ഞ പെൺകുട്ടിയുണ്ട്. ആ റാറ്റ് ലീഡർ ഷിങ്ഷി എന്നാണ്. നിങ്ങളിവിടെ വന്നെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി ആയവരായിരിക്കും. ബ്ലഡ് പൂളിലേക്ക് പോകണമെങ്കിൽ ചില റൂൾസ് ഉണ്ട്. നമ്മുടെ ക്ലാനിലെ ഓരോ ലെവൽ പാസ്സാണ്, എന്നാൽ മാത്രമേ 8 പ്ലേസിലൂടെ പോകാൻ കഴിയൂ. ഈ ലെവൽ അത്ര പാടല്ല, 30 മിനിറ്റ് ഉണ്ട്. സൗണ്ട് വേവ് റെസിസ്റ്റ് ചെയ്ത് ഈ സ്റ്റോൺ സ്റ്റെപ്പ് അത് കടന്നു പോകണം, ലൈറ്റ് ഷേവിന്റെ ഉള്ള സോണിക് വേവ് പോലെ. എന്നാൽ ഈ സോണിക് വേവ് വളരെയധികം പവർഫുൾ ആണ് എന്ന രീതിയിലാണ് അവിടെ ഉള്ളവർ പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ റാറ്റിന്റെ സോണിക്കോ എന്റെ ലയൺ സോണിക്കായിട്ട് സിമിലർ ആണല്ലോ എന്ന് പറയുകയാണ്. എല്ലാവർക്കും ടോട്ടൽ 30 മിനിറ്റ് ആണ്. നിങ്ങളുടെ സ്കില്ല് വെച്ച് ട്രൈ ചെയ്ത് പോകണം എന്ന് പറഞ്ഞ് സ്റ്റാർട്ടായി. അവിടെയുള്ള 2 പേരാണ് ആരാണെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അത് ആക്ടിവേറ്റ് ആയി അവർ പുതിയ ഒരു സ്കില്ലൊക്കെ ഉപയോഗിച്ച് ബുദ്ധി കാണിച്ച് അതിന്റെ മുകളിൽ കൂടെ പോകാൻ നോക്കിയത്. എന്നാൽ അത് ബുദ്ധി ആപത്തെന്ന പോലെ മുകളിലുണ്ടായിരുന്നു. ആ സോണിക് വേവിൽ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, തെറിച്ച് ബേക്കിലിട്ട് പോവാണ്. സിയോൻ എൻട്രാനോട് ചെവി അടച്ച് പോകാൻ എന്ന് പറയുമ്പോൾ ഇല്ല, ഈ സോണിക് വേവ് ബ്രെയിനിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്, എന്റെ ലിമിറ്റ് വെച്ച് കഴിയില്ല എന്ന് തോന്നി. സിയോൻ സോണിക് വേവ് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.